Hello, beautiful people. Welcome back to my channel. എൻ്റെ പേര് രേഖ തോമസ്. വെൽക്കം ടു മൈ വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ സാൻഷെ ഷാൻസ് എന്ന പേരുള്ള ഒരു ഡച്ച് വില്ലേജാണ് കാണാൻ പോകുന്നത്. സാൻഷെ ഷാൻസ് ഫേമസ് ആയിട്ടുള്ളത് ധാരാളം വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള വിൻമിൽസ് ഉള്ളതുകൊണ്ടാണ്. അതുമാത്രമല്ല, ആംസ്റ്റർഡാമിൽ ധാരാളം ടുളിപ്പ് ഫീൽഡ്സ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ടുളിപ്പ് ഫീൽഡും കൂടെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. വേൾഡ്സ് ലാർജസ്റ്റ് ടുളിപ്പ് ഗാർഡനായ കൂക്കനോഫ്, അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വളരെ ക്രൗഡഡ് ആയിട്ടാണല്ലോ കണ്ടത്. സോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇത് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ ഒരു ടുളിപ്പ് ഫീൽഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചത് സാന്റ മേരിയയിലായതുകൊണ്ട് അവിടെ നിന്ന് ഒരു 13 മിനിറ്റേ ഉള്ളായിരുന്നു സാൻഷെ ഷാൻസ് എന്ന് പറഞ്ഞ ഈ വില്ലേജിലോട്ട്. സാൻഷെ ഷാൻസ്, ഗീത്തൂൺ ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നിങ്ങൾ കാർ റൈഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് എല്ലായിടത്തും പോകുന്ന വഴിക്ക്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുവാണെങ്കിൽ ഇതൊക്കെ മിസ്സാകും കേട്ടോ. ഞാൻ പണ്ട് പഴയ പാരീസ് വ്ലോഗിലൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഓരോ കൺട്രിയും ഓരോ ഏരിയയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഒബ്വിയസ്ലി നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പേ ആ സ്ഥലത്തെ പറ്റിയും അവിടുത്തെ അട്രാക്ഷൻസും ഫുഡും എല്ലാം എന്നെപ്പോലെ കേട്ടോ എല്ലാം റിസർച്ച് ചെയ്യുമല്ലോ അറ്റ് ഫസ്റ്റ്. സോ ആ ടൈമിൽ ഡിസൈഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ. സാൻഷെ ഷാൻസിലെ വിൻമിൽ ഏരിയയിലെത്തി. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ആ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പേ. ക്ലോക്സ് അഥവാ വുഡൻ ഷൂസ് ഡച്ചുകാരുടെ ഇടയിൽ വളരെ ഫേമസ് ആണ്. ഈ കാണുന്നത് വുഡൻ ഷൂ വർക്ക്ഷോപ്പാണ്. ഇവിടെ ഹാൻഡ് മെയ്ഡായിട്ട് എങ്ങനെയാണ് വുഡൻ ഷൂസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരും. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഇത് കാണാനായിട്ട്. വെറ്റായിട്ടുള്ള ഡച്ച് ക്ലൈമറ്റിൽ ഇത് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു പഴയ കാലത്ത്. എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം ധാരാളം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. സോ അതുകൊണ്ട് നമ്മൾ ഡേ പ്ലാൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഒത്തിരി ക്യൂ നിൽക്കണം. പാർക്കിംഗ് ഏരിയ കിട്ടണമെങ്കിൽ തന്നെയും ക്യൂ നിൽക്കണം. ക്യൂ നിൽക്കേണ്ട എവിടെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തില്ലല്ലോ അല്ലേ. ആ വുഡൻ ഷൂ വർക്ക്ഷോപ്പ്, പിന്നെ ചീസിൻ്റെ ഒരു ഫാക്ടറി പോലെയുണ്ട് അത്, പിന്നെ ഇവിടുത്തെ വർക്കിംഗ് വിൻമിൽസ് ഉള്ളിൽ കയറി കാണണമെങ്കിൽ ഇതൊക്കെയാണ്. ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് നടക്കാനും പറ്റിയ സ്ഥലമാണ്. നല്ല വൈബാണ് ഇവിടെ കൂടെ നടക്കുമ്പം. നടന്ന് ഞങ്ങൾ കാത്തറീന ചീസ് ഫാമിലെത്തി. ഡച്ച് ചീസ് ഭയങ്കര ഫേമസ് ആണല്ലോ. സോ അവിടെ ചീസ് ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ കയറാൻ പ്ലാൻ ചെയ്തു. എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുന്നുള്ള ഡെമോൺസ്ട്രേഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ചീസ് ടേസ്റ്റിംഗ് ആയതുകൊണ്ട് അങ്ങോട്ടാണ് വേഗം പോയത്. ഇതെല്ലാം ഒന്ന് കണ്ടുപോയി. ഒത്തിരി ഫ്ലേവേർഡ് ആയിട്ടുള്ള ചീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് എനിക്ക് ലാവൻഡർ, അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ വിൻമിൽസ് എല്ലാം കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് പണ്ട് ചെറുപ്പത്തിൽ കണ്ടിരുന്ന അന്യൻ മൂവിയിലെ സോങ്ങിൻ്റെ ലൊക്കേഷൻ നെതർലൻഡ്സിലായിരുന്നു എന്നുള്ളത്.
അങ്ങനെ പാട്ടൊക്കെ ഓർത്ത് അവിടെ കൂടെ കറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ള പരിപാടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പാർക്കിംഗ് റോഡിലെത്തി ഞങ്ങളുടെ കാറെടുത്ത് ഇവിടുന്ന് ടുളിപ്പ് ബാൺ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടുളിപ്പ് ഫീൽഡിലോട്ട് പോകാമെന്ന്. ടുളിപ്പ് ബാൺ എന്നാണ് അതിൻ്റെ പേര്. സോ അവിടെയോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 35 മിനിറ്റ്സ് ദൂരമുണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്. ടുളിപ്പ് ബാണിലോട്ട് പോകുന്ന വഴികളിൽ തന്നെ നമ്മൾ കുറേ ടുളിപ്പ് ഫീൽഡ്സ് ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് ആയിട്ടുള്ളതും ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുന്നതായിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. ടുളിപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ ലേറ്റ് മാർച്ച് ടു മിഡ് മേ ആണ് യൂഷ്വലി. പക്ഷേ ഈ വർഷത്തെ വെതർ മോശമായത് കാരണം ബിഗിനിങ് ഓഫ് മേ തന്നെ പല ഫീൽഡ്സും ഇതുപോലെ ഫ്ലവേഴ്സ് വളരെ കുറഞ്ഞ് കണ്ടു തുടങ്ങി. ഞങ്ങൾ പോകുന്ന ടുളിപ്പാണ്. അത് ലാസ്റ്റ് ഡേ ആയിരുന്നു അവരുടെ അന്ന്. അത് കഴിഞ്ഞ് എടുത്തവരുടെ എല്ലാം അവർ ടിക്കറ്റ് റീഫണ്ട് ചെയ്തു. സോ നമ്മൾ ആദ്യം എടുക്കുമ്പം ഇതൊന്നും അറിയത്തില്ലല്ലോ. ഏതായാലും ഞങ്ങൾക്ക് ഭാഗ്യത്തിന് കിട്ടി, പോയി കാണാനും പറ്റി. എല്ലാ ഫീൽഡ്സും ഞാൻ പറയുന്നില്ല കേട്ടോ. ചില ഏരിയയിൽ ഞങ്ങൾ വേറെ ഇനിയും വരുന്ന വ്ളോഗ്സിൽ ചില ഏരിയകളിലൊക്കെ നല്ല ഫീൽഡ്സ് കാണാൻ പറ്റി കേട്ടോ. ഇപ്പം ഈ പോകുന്ന ഏരിയയിലാണ് ഞാൻ പറയുന്നത് ഫ്ലവേഴ്സൊക്കെ കുറഞ്ഞെന്ന്. അല്ലാണ്ട് നല്ല നിറച്ച് നിൽക്കുന്ന ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പ്രൈവറ്റ് ഫീൽഡ്സ് ആയിരുന്നെന്ന് തോന്നുന്നു. घूमी घूमी जाए रे मन घूम जाए रे पतंग यूं बनी घूम घूम जाए रे घूम जाए रे സാൻഷ ഷാൻസും ടുളിപ്പ് ബാണും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സാൻഡം ഇൻറ്റൽ ഹോട്ടലിലോട്ട് പോവുകയാണ്. സോ അവർക്ക് ഇൻറ്റൽ ഹോട്ടലിന് ആക്ച്വലി പാർക്കിംഗ് ഇല്ല, നമ്മളത് സെപ്പറേറ്റ് പേ ചെയ്യണം. അതിന് തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഗരാജ് ഉണ്ട്. സോ നമ്മളിവിടെ ടൈം സ്ലോട്ട് എടുത്തിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അത് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടിടാം. സോ ഞങ്ങളങ്ങനെ ഫൈനലി തിരിച്ച് ഇൻറ്റൽ ഹോട്ടലിലെത്തി. ഇത് തൊട്ടപ്പുറത്താണ് കേട്ടോ. നമുക്കിവിടെ ഇട്ടിട്ട് നേരെ ലിഫ്റ്റ് കയറുമ്പം ഇൻറ്റൽ ഹോട്ടലിലോട്ട് തന്നെ എത്തും. റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇൻറ്റൽ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ കുറേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ ആണ് പോയി കഴിച്ചത്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, വളരെ ടയർഡായി പോയി. സോ അങ്ങനെ ഞങ്ങളുടെ ഡേ റാപ്പപ്പ് ചെയ്തു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം രേഖ തോമസ്. Our day was great, now it's time to go home. It's getting late, we've laughed and played under the sun. Goodbye for now, our day